നമ്മുടെ ലൈഫിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഏതാണെന്നറിയോ? കംഫർട്ട് സോൺ. നമുക്കത് സേഫ് ആൻഡ് പീസ്ഫുൾ ആയിട്ടൊക്കെ തോന്നുമെങ്കിലും ശരിക്കും ലൈഫിൻ്റെ ഗ്രോത്തിനെ അത് ഡിസ്ട്രോയ് ചെയ്യാണ്. ആൻഡ് മിക്ക ആൾക്കാരും അതൊന്നും തിരിച്ചറിയുന്ന പോലും ഉണ്ടാവില്ല. ദേ വിൽ ലിവ് ആൻഡ് ഡൈ ഇൻസൈഡ് ഇറ്റ്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. 1908 യർക്കസ് ആൻഡ് ഡോഡ്സൺ എന്ന രണ്ട് സൈക്കോളജിസ്റ്റ് മനുഷ്യന്മാരുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കണ്ടുപിടിച്ചു. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ഒരു സെർട്ടൈൻ ലെവൽ ഓഫ് പ്രഷർ വേണം. പ്രഷർ വളരെ കുറവായാലും പെർഫോമൻസ് ഉണ്ടാവില്ല, കൂടിയാലും പെർഫോമൻസ് ഉണ്ടാവില്ല. രണ്ടിൻ്റെയും ഇടയിൽ ഭയങ്കര ഈസിയുമല്ല, എന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടുമല്ല. അങ്ങനെ ഒരു സമയത്താണ് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യാം. ഇതിനെയാണ് ഒപ്റ്റിമൽ ആൻസൈറ്റി എന്ന് പറയുന്നത്. നമ്മളുടെ ബ്രെയിൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കംഫോർട്ടിന് വേണ്ടിയിട്ടല്ല, പകരം ചലഞ്ചസ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മളുടെ ബ്രെയിനിൽ അമിഗ്ഡാല എന്നൊരു പാർട്ടുണ്ട്. ഇയാളുടെ മെയിൻ പരിപാടി നമുക്ക് ഭീഷണിയാവുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കലാണ്. ഒരു ത്രെറ്റ് ഡിറ്റക്ടറാണ്. ഒരു പുലി നമ്മളുടെ പിന്നാലെ കൂടുന്നതും ഒരു സ്ട്രേഞ്ചറോട് സംസാരിക്കുന്നതും രണ്ടും ത്രെറ്റായിട്ട് തന്നെയാണ് ഇതെടുക്കുക. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ശരിക്ക് അറിയാനായിട്ട് പറ്റില്ല. സോ രണ്ടിനും സെയിം റെസ്പോൺസ് ആയിരിക്കും. ഹാർട്ട് റേറ്റ് കൂടും, ഉള്ളംകൈ വിയർക്കും, മനസ്സിങ്ങനെ പറയും വേണ്ട അത് ചെയ്യണ്ട എന്ന്. സോ ഓരോ തവണ നിങ്ങൾ കംഫർട്ട് സോണിന് പുറത്തു പോകാൻ ശ്രമിക്കുമ്പോഴും ബ്രെയിൻ അതിനെ ഫൈറ്റ് ചെയ്യും, വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ഓരോ തവണ നിങ്ങൾ ഈ ബ്രെയിൻ പറയുന്നത് തന്നെ കേട്ടുകൊണ്ടിരുന്നാൽ, ലൈക്ക് അലാറം അടിച്ചാലും അതിന് സ്നൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ സംതിങ് വേഴ്സ് ഹാപ്പൻസ്. നിങ്ങളുടെ കംഫർട്ട് സോൺ ഷ്രിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും, ചുരുങ്ങാനായിട്ട് തുടങ്ങും. യെസ്, കംഫർട്ട് സോൺ ഒരു സർക്കിൾ ആണെങ്കിൽ ആ സർക്കിളിൻ്റെ വലുപ്പം കുറയാനായിട്ട് തുടങ്ങും. ദ ഡയറക്ഷൻ ഈസ് ഇൻവേർഡ്. സൈക്കോളജിസ്റ്റ് ഇതിനെ എക്സ്പീരിയൻഷ്യൽ അവോയ്ഡൻസ് എന്നാണ് പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ എത്രത്തോളം അവോയ്ഡ് ചെയ്യുന്നോ അത്രത്തോളം അത് ത്രെറ്റനിങ് ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ദ സർക്കിൾ ഗെറ്റ്സ് സ്മാളർ ദ ലോങ്ങർ യു സ്റ്റേ ഇൻസൈഡ് ഇറ്റ്. ശരിക്കും 4 സോണുകളുണ്ട്. ഫസ്റ്റ്, കംഫർട്ട് സോൺ. നമുക്ക് വളരെ പരിചയമുള്ള കാര്യങ്ങൾ, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആൻഡ് സേഫായിട്ട് തോന്നുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കംഫർട്ട് സോണിൻ്റെ ഉള്ളിലാണ് വരിക. ഇവിടെ ഗ്രോത്ത് ഉണ്ടാവില്ല കേട്ടോ. ഡെയിലി ഒരേ സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. സെക്കൻഡ്, ഫിയർ സോൺ. നിങ്ങൾ കംഫർട്ട് സോണിന് പുറത്തുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു പേടി തോന്നാറില്ലേ? വേണ്ട വേണ്ട എന്നുള്ളൊരു ഉൾവിളി കേൾക്കാറില്ലേ? അത് ഈ സോണിലാണ്. ആൾക്കാർ എന്ത് വിചാരിക്കും, എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം, വെറുതെ നാണം കെടണ്ട കേട്ടോ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ. മിക്ക ആൾക്കാരും ഈ സോണ് വരെ എത്തും, പേടി വരും, പിന്നെയും തിരിച്ച് കംഫർട്ട് സോണിലേക്ക് തന്നെ പോകും. ഓക്കെ, ബട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം, ആൻഡ് ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫിയർ സോൺ ഒരിക്കലും ഒരു വാളല്ല, ഒരു മതിലോ ചുമരോ ഒന്നുമല്ല, പകരം അതൊരു ഡോറാണ്, ഒരു വാതിലാണ്. ആ വാതിൽ തുറന്ന് നിങ്ങൾ അകത്തോട്ട് കയറുമ്പോൾ ഉള്ളതാണ് ലേണിംഗ് സോൺ, മൂന്നാമത്തെ സോൺ. ഇവിടെയാണ് നിങ്ങൾ സ്കിൽസ് ബിൽഡ് ചെയ്യുക, മിസ്റ്റേക്സ് വരുത്തുക, റിയൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ആൻഡ് ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സോണിൽ എത്താനായിട്ട് പറ്റില്ല. പകരം അതിനൊക്കെ ഫേസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ എല്ലാം അൺകംഫർട്ടബിൾ ആയിരിക്കും. വർക്കൗട്ട് ചെയ്യുന്നവർക്കറിയാം, ഫസ്റ്റ് ടൈം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ 2-3 ആഴ്ച നല്ല ബോഡി പെയിൻ ആയിരിക്കും, മസിൽസിനൊക്കെ നല്ല വേദനയായിരിക്കും അല്ലേ? പക്ഷേ ആ ഡിസ്കംഫോർട്ടാണ് ശരിക്കും നിങ്ങളുടെ ഗ്രോത്തിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. ഈ സോണിൻ്റെ അപ്പുറത്താണ് ഗ്രോത്ത് സോൺ, 4ാമത്തെ സോൺ. ഇവിടെയാണ് പേർപ്പസ് ഉള്ളത്. നമ്മളൊരു വലിയ കാര്യം അച്ചീവ് ചെയ്ത് തിരിഞ്ഞു നോക്കിയിട്ട് പറയില്ലേ, വാവ് ഞാൻ തന്നെയാണോ ഇതിനെയാണോ ഞാൻ ഇത്രയും കാലം പേടിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ. സോ ദിസ് ഈസ് ദ റൂട്ട്. കംഫർട്ട്, ഫിയർ, ലേണിംഗ്, ദെൻ ഗ്രോത്ത്. ഈ ഒരു പാത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. ആൻഡ് ഫസ്റ്റ് സോണിൽ നിന്ന് ലാസ്റ്റ് സോണിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഡോറ് തുറന്ന് ഉള്ളിലോട്ട് വരിക എന്നുള്ളതാണ്. മനുഷ്യന്മാരുടെ റിഗ്രറ്റിനെ പറ്റിയിട്ട് കോർണൽ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിസ്റ്റായ തോമസ് ഗിലോവിച്ച് ഒരു പഠനം നടത്തി. കുറച്ച് വർഷങ്ങളെടുത്ത് നടത്തിയ ഒരു സ്റ്റഡിയാണ് കേട്ടോ. അദ്ദേഹം കണ്ടെത്തിയത് ഇതാണ്: ഷോർട്ട് ടേമിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ ആക്ഷൻസിനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും റിഗ്രറ്റ് ഫീൽ ചെയ്യുക, ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട്, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട്. ബട്ട് ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ ഇൻആക്ഷൻസിനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും റിഗ്രറ്റ് ഫീൽ ചെയ്യുക. അതും 2 ഇരട്ടി റിഗ്രറ്റ് ഉണ്ടാവും. എടുക്കാൻ മടിച്ചിട്ട് നമ്മൾ എടുക്കാതിരുന്ന റിസ്കുകൾ, പറയണം എന്നുണ്ടായിട്ടും പറയാതെ പോയ കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണായിട്ട് മാറാൻ സാധിക്കാതെ പോയത്. എനിക്കറിയാം, ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ പല റിഗ്രറ്റ്സും ഇപ്പോൾ ഒന്ന് ഫ്ലാഷ് അടിച്ച് പോയിട്ടുണ്ടാവും. ഐ നോ ദാറ്റ്. ആൻഡ് കാലം ചെല്ലുന്തോറും ഈ റിഗ്രറ്റ് സ്ട്രോങ് ആവുകയുള്ളൂ, ലൈക്ക് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ്. അതുപോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ, സ്പോട്ട് ലൈറ്റ് ഇഫക്റ്റ്. അതായത് എല്ലാവരും എപ്പോഴും നമ്മളെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഫീലിംഗ്, അല്ലെങ്കിൽ അതിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്.
പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, നിങ്ങളെപ്പറ്റി ആരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവില്ല. എല്ലാവരും അവരുടെ സ്വന്തം പ്രശ്നങ്ങളും പേടികളും കംഫർട്ട് സോണും ഇതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാവും, അതിൻ്റെ ഉള്ളിലാവും. സോ നിങ്ങൾ ഭയപ്പെടുന്ന ഈ ജഡ്ജ്മെൻ്റ് ഇല്ലേ, അത് നിങ്ങളുടെ തലയിൽ മാത്രമായിരിക്കും മിക്ക സമയത്തും ഉണ്ടാവുക. സോ ഇനി നമ്മൾ ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനിലേക്ക് കടക്കുകയാണ്. എങ്ങനെ ഈ കംഫർട്ട് സോൺ വിട്ട് പുറത്ത് വരണം, എങ്ങനെ ഗ്രോത്ത് സോണിൽ എത്തണം. സോ ഒറ്റയടിക്ക് നമുക്ക് ഈ കംഫർട്ട് സോൺ വിട്ട് പുറത്ത് വരാനായിട്ട് പറ്റില്ല. അതിനായിട്ട് സ്ട്രെസ് ഇനോക്കുലേഷൻ ചെയ്യണം എന്നാണ് സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ ഗ്രാജ്വലി പതുക്കെ നിങ്ങൾ ഡിസ്കംഫോർട്ടിലേക്ക് മൂവ് ചെയ്യുക, ചെറിയ ചേഞ്ചസ് കൊണ്ടുവരിക, അതിന് അഡാപ്റ്റ് ആവുക, പിന്നെ ഒന്നുകൂടി ടഫാക്കുക, റിപ്പീറ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഡെയിലി 8 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക. 6 മണിക്ക് എഴുന്നേൽക്കുക എന്നതാണ് നിങ്ങളുടെ ഗോൾ. അങ്ങനെ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണം. സോ ഫസ്റ്റ് ദിവസം തന്നെ നിങ്ങൾ 6 മണിക്ക് എഴുന്നേൽക്കരുത്, പകരം ഫസ്റ്റ് ആഴ്ച 7:30ക്ക് എഴുന്നേൽക്കുക. അതൊന്ന് സെറ്റായി വരുമ്പോൾ 7 മണിയാക്കുക, ദെൻ 6:30 ആക്കുക, ദെൻ ഫൈനലി 6 മണിക്കാക്കുക. ഇങ്ങനെ പതുക്കെ ചേഞ്ചസ് കൊണ്ടുവന്ന് നിങ്ങളുടെ ഗോളിൽ എത്തുക. ആൻഡ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വലിയ കോൺഫിഡൻസ് ഒന്നും ആവശ്യമില്ല. ആക്ച്വലി ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ടാണ്. ദിസ് ഈസ് ബിഹേവിയറൽ സൈക്കോളജി. മോഷൻ ക്രിയേറ്റ്സ് മോട്ടിവേഷൻ. നിങ്ങൾക്ക് റെഡി ആവണം എന്നുള്ളൊരു ഫീലിംഗ് വരേണ്ട കാര്യമല്ല, ജസ്റ്റ് ടേക്ക് ആക്ഷൻ, ബാക്കിയൊക്കെ പിന്നാലെ വന്നോളും. സോ മനസ്സിലാക്കുക, നമ്മളുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്തോട്ട് വരാൻ ശ്രമിക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഫീൽ ചെയ്യും. അത് ശരിക്കും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു സിഗ്നൽ അല്ല, പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കുള്ള ഒരു ഡോറാണ്. അവിടെ എത്തണമെങ്കിൽ നിങ്ങൾ ആ വാതിൽ തുറന്ന് വന്നേ തീരൂ, വേറൊരു വഴിയുമില്ല. ആൻഡ് ഓർക്കുക, ഓരോ തവണ നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യുമ്പോഴും പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുമ്പോഴും നിങ്ങളുടെ തന്നെ ഒരു ബെറ്റർ വേർഷൻ നിങ്ങൾക്കായിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഫാൻറ്റസി വേർഷൻ അല്ല, ദ റിയൽ വേർഷൻ. സോ എന്താണ് നിങ്ങൾ കുറേ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടും ചെയ്യാതിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളിനി കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് എന്താണ് ചെയ്യാൻ പോകുന്ന പുതിയ കാര്യം? കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.